പാസ്പോർട്ട് കളഞ്ഞു പോയി പെണ്ണിൻ്റെ. അപ്പോൾ എന്നോട് പറയാൻ ഞങ്ങളിപ്പോൾ എംബസിയിലോട്ട് വന്നതാണ്. അപ്പോൾ രണ്ടാൾ അപ്പോൾ സാർ എവിടെയാണ് ഇന്ത്യൻ എംബസി? ഇന്ത്യൻ എംബസി ഓക്കെ, താങ്ക് യു. ഇതാണ് പ്രവാസി ഭാരതീയ സാഹിത്യ കേന്ദ്രം. ഓക്കെ, അപ്പോൾ ഇവിടെയാണ് ബർദുബായിൽ നമ്മുടെ ഇന്ത്യൻ എംബസി. ഓക്കെ, അപ്പോൾ നമ്മൾ ഇന്ത്യൻ എംബസിൻ്റെ ഈ ഭാഗത്താണുള്ളത്. അപ്പോൾ ഞങ്ങൾ പാസ്പോർട്ട് കളഞ്ഞു പോയിട്ടുണ്ടെങ്കിൽ നമ്മുടെ ഇന്ത്യൻ എംബസിയിൽ വന്നിട്ട് കാര്യമില്ല. ഇത് നമ്മൾ ബർദുബായിൽ നമ്മൾ പോകണം. ബർദുബായിൽ കലിസെൻ്റെന്നാണ് പറയുന്നത്. ഓക്കെ, അപ്പോൾ ഇവിടുന്ന് പാസ്പോർട്ട് കളഞ്ഞു പോയാൽ എല്ലാവരും ഈ നമ്പറിൽ വരിക. ചെറിയൊരു തണൽ കിട്ടിയിട്ടുണ്ട്. തണൽ അവിടെ നിന്നുണ്ട്. ഓക്കെ, അതൊക്കെ ഇരിക്കണോക്കി മോളെ ഇരിക്കണ നോക്കൂ. അപ്പോൾ ഞാനുള്ളത് അൽസീഫിലാട്ടോ. ഇന്ന് കാര്യമായിട്ട് വന്നത് എന്തിനാ വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ പാസ്പോർട്ട് കളഞ്ഞു. പാസ്പോർട്ടിൻ്റെ കാര്യങ്ങൾക്ക് വേണ്ടിയിട്ടാണ് ആക്ച്വലി വന്നത്. അപ്പോൾ വന്നപ്പോൾ ഞാൻ എന്ത് ചെയ്ത് ഇവിടെയുള്ള കുറച്ച് ബ്ലോഗും കാര്യങ്ങളും കാണിക്കാൻ വെച്ചു. ഓക്കെ, ഇല്ല ഇപ്പോൾ ഇവിടെ വന്നപ്പോൾ പറഞ്ഞത് ജുമേര പോലീസ് സ്റ്റേഷനിൽ പോകാൻ പറഞ്ഞു. അപ്പോൾ ഞാൻ നേരം ചെയ്യണം ജുമേര പോലീസ് സ്റ്റേഷനിൽ പോകണം. അപ്പോൾ ചെയ്യാം, അവിടെ പോയിട്ട് ഇനി എന്താണ് അവിടുത്തെ പ്രത്യേകത എന്ന് കാണാം. ഓ മൈ ഗോഡ്, ലെറ്റ്സ് സീ ദിസ് വൺ. അപ്പോൾ ഇവിടെ അപ്പോൾ ഞാൻ പോലീസ് സ്റ്റേഷനിലേക്ക് എത്തിയിട്ടുണ്ട്. അപ്പോൾ ഇനി വാക്കിൽ പിടിഞ്ഞാണ് മനാറ സെൻറ്ററിൽ വന്നപ്പോൾ ഇവിടെ പാസ്പോർട്ടിൻ്റെ കാര്യങ്ങളൊന്നും റെഡി ആയിട്ടില്ല. അതുകൊണ്ട് ഇപ്പോൾ എന്താ പറയുക, വീണ്ടും ജാഫില പോലീസ് സ്റ്റേഷനിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. ഓൾമോസ്റ്റ് ഞങ്ങളിപ്പോൾ ഒരു 45 to 50 ഡേയ്സ് ആയി ഈ പാസ്പോർട്ടിൻ്റെ ബാക്കിൽ നടക്കാൻ വേണ്ടി. അപ്പോൾ ഇപ്പോൾ ഇവിടെ പുതിയ നമ്മുടെ ഒരു ജാഫ്രിയിൽ പുതിയൊരു ഓഫീസ് തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ അവിടുന്ന് ഞങ്ങളോട് പറഞ്ഞതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എയർപോർട്ട് ടെർമിനൽ 3ൻ്റെ അവിടെ പോകാൻ പറഞ്ഞിട്ടുള്ളത്. ഈ ഒരു പേപ്പർ നിന്നാണ് 3ൻ്റെ അവിടെ വന്നിട്ടുണ്ടെങ്കിൽ ഈ പേപ്പർ കാണിച്ചു കൊടുക്കാൻ അവർ പറയുന്നത്. ഓക്കെ, ടെർമിനൽ 3ൽ പോകണപ്പോൾ ഇനി നേരെ അങ്ങോട്ട്. ഓക്കെ, ഇനി അവിടുത്തെ എന്തെല്ലാം വിശേഷങ്ങൾ നോക്കിയിട്ട് എന്ത് ചെയ്യാം, വിവരമായിട്ട് ഞങ്ങൾ ഇതിൽ വിവരറിയിക്കുന്നത്. പാസ്പോർട്ട് കളഞ്ഞു പോയിട്ടുണ്ടെങ്കിൽ എന്തെല്ലാമാണ് ഇടങ്ങാറെന്നുള്ളത് നിങ്ങൾക്ക് മനസ്സിലായില്ല. അപ്പോൾ അതുകൊണ്ട് എന്ത് ചെയ്യുക, പാസ്പോർട്ട് കാര്യങ്ങളൊക്കെ എന്ത് ചെയ്യുക, സൂക്ഷിച്ച് വെക്കുക. ഓക്കെ, കഴിയണതും നിങ്ങൾ അടുത്ത് തന്നെ പാസ്പോർട്ടും കാര്യങ്ങളൊക്കെ വെക്കുക. ഓക്കെ, ഒരു പാസ്പോർട്ട് നഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ എന്തെല്ലാമാണ് ജീവിതത്തിൽ അനുഭവിക്കുക എന്നുള്ളത് പടച്ചവനെ മാത്രമേ അറിയുള്ളൂ. എന്നാൽ പറയാൻ എനിക്ക് അർജൻറ്റായിട്ട് നാട്ടിലാരെയും മരിക്കുകയാണെങ്കിൽ അല്ലെങ്കിൽ നമുക്ക് അർജൻറ്റായിട്ട് പാസ്പോർട്ടിന് എന്തെങ്കിലും ആവശ്യമാണെന്നുണ്ടെങ്കിൽ എല്ലാം പ്രശ്നങ്ങളാണ്. അതുകൊണ്ട് പാസ്പോർട്ട് കഴിയുന്നതും ആരും തന്നെ എടുക്കാതെ ശ്രമിക്കുക. ഓക്കെ, മെട്രോയിൽ നടന്നൊരു പരുവായിട്ടില്ല. അപ്പോൾ ഞങ്ങൾ മെട്രോ കാത്തിരിക്കുകയാണ്. ഞങ്ങൾ കാത്തിരിക്കുന്നു മെട്രോ. ऑलरेडी हो गया है. अभी लॉ सर्टिफिकेट मिल जाएगा एंड पासपोर्ट मिलना इज नॉट दैट फार. പറഞ്ഞത് നിങ്ങൾക്ക് മനസ്സിലായിട്ടാണെന്ന് വിചാരിക്കുന്നു. ഇനി മനസ്സിലാവാത്തവർക്ക് എന്ത് ചെയ്യുക, എൻ്റെ DM-ഉമായിട്ട് ബന്ധപ്പെടാം. ഓക്കെ, അപ്പോൾ അടുത്ത വീഡിയോ കാണാം. ബെസ്റ്റ് ഓഫ് ലക്ക്.